വെൽക്കം ടു ന്യൂസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് കണ്ണൂരിലോട്ട് വന്നു. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ നാട്ടിലോട്ട് പോവാണ്. അപ്പം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് വന്നതാണ്. എറണാകുളത്ത് ശ്രീകാന്ത് മാമൻ എന്നാണ് പേര്. അപ്പം നമ്മൾ ശ്രീകാന്ത് മാമൻ്റെ ചുറ്റുപാടൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഫ്രണ്ട്സ്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ബോഗൻവില്ല കണ്ടു. അപ്പം അതിൻ്റെ മേലെ കുറേ നേരം നിന്നു. നിറച്ചും ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ഇപ്പൊക്കെ കുറേ പോയിട്ട് ഇപ്പം ഇത്രയേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിറച്ചും ഉണ്ടായിരുന്നു ബോഗൻവില്ല. അപ്പം പിന്നെ ഞാൻ അങ്ങോട്ട് നടന്നു, ഓൺ ദ വേ എന്നൊക്കെ പറയുന്ന പോലെ ആ വയലോട്ട്. ഇതാണ് ശ്രീകാന്ത് മാമൻ. പിന്നെ തായന്ത്രവൊക്കെ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ഇത് പണ്ടത്തെ ഇവിടുത്തെ എന്തോ ശില്പക്കോവിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. കുഞ്ഞൊരു സാധനം കേട്ടോ. പിന്നെ അമ്മയ്ക്ക് ഈ ഫോണിൽ വരുന്നതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അമ്മ അങ്ങനെ റിയാക്ട് ചെയ്തത്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പം കൊന്നപ്പൂ കണ്ടു ഗൈസ്. ഇവിടെ വന്നിട്ട് ഞാൻ അങ്ങനെ കൊന്നപ്പൂവേ കണ്ടിട്ടില്ല. മാങ്ങ, പ്ലാവ് അങ്ങനെ കണ്ടിട്ടുള്ളൂ. അവസാനം വന്നപ്പോൾ അങ്ങനെ പ്ലാവ് എന്നല്ല, എന്താ പറയുക, കൊന്നപ്പൂ കണ്ടു ഗൈസ്. അവിടെ മേലോട്ട് നിറച്ചും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് താഴത്തെ സൂം ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഇതെന്തിനാണ് ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് 4ാം ക്ലാസ്സിൽ ലിറ്റിൽ ഫോർ ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഉണ്ടായിരുന്നു ഇംഗ്ലീഷിൽ. അത് കണ്ടപ്പം പണ്ടത്തെ ഓർമ്മകൾ പോലെ. ഇതാണ് പ്ലാവ്. പിന്നെ ഈ ഒരു പട്ടിക്കുട്ടി. ഈ വീട്ടിൽ നിറച്ചും മാങ്ങ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ചും മാങ്ങ. കണ്ണിമാങ്ങ, വലിയ മാങ്ങ, അങ്ങനെ കുറേ പല മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കിൽ നിറച്ചും മാങ്ങ വെച്ചാൽ നിറച്ചും മാങ്ങ. അപ്പം ഞാൻ വരുമ്പോൾ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ വരുമ്പോൾ എടുത്തു. ഞാനത് കാണിക്കും ഈ വീഡിയോയിൽ. പിന്നെ ഇതാണ് അവിടെ എന്താ പറയുക, കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കുന്ന പോലത്തെ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ കുറേ നേരം വീഡിയോ ഒക്കെ എടുത്തു നിന്നു. ഞാൻ അതിൻ്റെ അകത്ത് മീനുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ മീനുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പിടിക്കും. അപ്പം ഞാൻ മീനുണ്ടോ എന്നൊക്കെ നോക്കി. അതിനകത്ത് ഒരു മീനും ഇല്ലായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ ഈ കാണിക്കുന്നതിൻ്റെ ആ സൈഡിലോട്ടാണ് ഞാൻ പറഞ്ഞ പറമ്പ്. അവിടെ പുല്ലെന്നല്ല, ഗ്രീനറി എന്ന് പറയാമല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രീനറി. പിന്നെ ഇത് ഞാൻ ചാടുന്ന വീഡിയോ ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ചാടിയിട്ട് എന്താ പറയുക, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അവിടെ നിന്ന് ചാടുമ്പോൾ ഞാൻ വീഴുമോ, എങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫൈനലി ഞാൻ ചാടി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഫുൾ പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീനറിയാണ് കേട്ടോ. നല്ല രസമാണ്. പിന്നെ ഇതാണ് ഞാൻ ചാടുന്നത്. ഇപ്പം കണ്ടില്ലേ, പുല്ലെന്ന് വെച്ചാൽ നിറച്ചും ഗ്രീനറിയാണ് ഇവിടെ. പിന്നെ എനിക്കിവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പൂവുണ്ട് കേട്ടോ. ഒരു സൺഫ്ലവറിന് മറ്റേ കുഞ്ഞി പൂ പോലത്തെ. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു പൂവുണ്ടല്ലോ. ഈ ഒരു പൂവിനെയാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പൂവുണ്ട്. ഈ പറമ്പ് നിറച്ചും ഈ പൂവും കുറേ പുല്ലുകളൊക്കെ ആയിട്ടാണ് ഇവിടെ ഉള്ളത്. ഈ പൂവൊക്കെ കണ്ട് ഞാൻ പറിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു അല്ല, അത് കാട്ടുചെടിയൊക്കെയാണ്, അതുകൊണ്ട് പറിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇത് ഓർക്കിഡിനെ പോലത്തെ ഒരു പൂവാണ് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ ഓർക്കിഡാണെന്ന് തോന്നി. ഈ ഒരു മഞ്ഞ ഫ്ലവറാണ് കേട്ടോ. പിന്നെ ഞാൻ ഇറങ്ങിയിട്ട് സൂം ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി ഗൈസ്. ഫൈനലി ഇറങ്ങിയിട്ട് ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നു പറഞ്ഞിട്ടില്ലേ, ഇതാണ് ഞാൻ കണ്ട ഫ്ലവർ കേട്ടോ. ഞാൻ ഫൈനലി ഇറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ്. പിന്നെ ഇത് പറിക്കണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നെ പറിക്കാൻ മൂടില്ലായിരുന്നു. പിന്നെ അതവിടെ പാവം വളർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഈ വെള്ളത്തിൽ കുറേ ഞാൻ കളിച്ച്. ഈ സാധനത്തിന് എന്താ പറയുന്നതെന്ന് എനിക്ക് ശരിക്കും അറിഞ്ഞൂടാ, അതുകൊണ്ട് കമൻറ്റ് ബില്ലോ. പിന്നെ ഇതിൽ കുറേ നേരം ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഊന്ന് പറഞ്ഞിട്ട് പോയിക്കൊണ്ടേയിരുന്നു കേട്ടോ. എനിക്ക് കയറാൻ പറ്റിയില്ല. എനിക്ക് അത് ചെറുതാന്ന് പറഞ്ഞിട്ട് കയറാൻ പറ്റിയില്ല. പിന്നെ അവിടുന്ന് ഞാൻ പറഞ്ഞില്ല മാങ്ങ പറിക്കണം എന്നുണ്ടായിരുന്നെന്ന്. അവിടെ നിന്ന് മാങ്ങ പറിച്ചു. ഒരു കണ്ണിമാങ്ങ ഒരു വലിയ മാങ്ങയും പറിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതും കഴിച്ച് അങ്ങോട്ട് നടന്ന് പോകുമ്പം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ അവിടുന്ന് വീഡിയോ എടുത്തതെന്ന് ആൻറ്റി പറഞ്ഞപ്പം ഞാൻ എടുക്കാൻ വന്നതാണ്. പിന്നെ നിറച്ചും മാങ്ങ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞ കണ്ണിമാങ്ങ ശരിക്കും എനിക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ മാങ്ങയും കടിച്ച് വീട്ടിലോട്ട് ചെന്നപ്പം ധ്രുവ അതും എടുത്തിട്ട് പോകുന്നു. ആ വണ്ടിയില്ല, നേരത്തെ ഞാൻ കാണിച്ച താരേനെ കൊണ്ടുവന്നത്, ആ വണ്ടി എടുത്തിട്ട് ധ്രുവ് നേരെ പോയി. പിന്നെ ഞാൻ അവിടെ കണ്ടത് ജാമ്പക്കയാണ് കേട്ടോ. ഈ ജാമ്പക്ക നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ നാട്ടിലും ജാമ്പക്ക എന്നാണ് ഇതിനെ പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് പറയണേ. പിന്നെ സൈഡിൽ ഫുള്ള് പ്ലാവും മാങ്ങയൊക്കെ ആയിട്ട് നിറച്ചും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ വീട്ടിൽ ചെന്നിട്ട് മാങ്ങയൊക്കെ മുറിച്ചിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ട് തിന്നിപ്പം
ആശ്വാസമായി ഗൈസ്, ആശ്വാസം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ പാർട്ട് 2 വരുന്നവരെ വെയിറ്റ് ചെയ്യണേ. ടാറ്റാ, ബൈ ബൈ.